വിധി അല്ലാതെന്താ. നീ വാ വാ വാ. വാ. ഇതെവിടെ വയ്ക്കും? ഇവിടെ എവിടെ ഒളിപ്പിച്ചാലും DK കണ്ടുപിടിക്കും. ചിത്രേ, ജ്യോതിയോടുള്ള വിരോധം കൊണ്ട് സുപ്രിയയുടെ ഫോട്ടോ നമുക്ക് കളയണോ? DK അത് സഹിക്കില്ല. അത് തന്നെ വേണ്ടത്. അവളെ ഇവിടുന്ന് പുറത്താക്കാൻ ഇതിനേക്കാൾ വലിയൊരു ആയുധം തൽക്കാലം ഇല്ല. ചേച്ചി വാ. അയ്യോ, അതുവഴിയല്ല, നമുക്ക് അടുക്കള വഴി പോവാം. അതെ, നമ്മൾ ഇതെങ്ങോട്ടാ പോകുന്നേ? പറയാം. അങ്ങോട്ട് പോ. വാ, വേഗം വാ. ചിത്രേ, അവിടെ അല്ല, അവിടെ അല്ല. നമുക്ക് ആ ഒഴുക്കില് കളയാം. വാ. Ready? 1, 2, 3. ഇതുപോലെ ജ്യോതിയെ നമ്മൾ അമരാവതിയിൽ നിന്ന് തൂക്കിയെറി. dirana 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 dim dirana 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 dim dirana 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 dim dirana 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 ഇനി മേലിൽ എന്നെ ഇതുപോലെ വഴക്ക് പറഞ്ഞ ഈ ഫോട്ടോ എടുത്ത് ഞാൻ റോഡിൽ കളയും. റോഡിലല്ല, ചിലപ്പോ തോട്ടിക്കളയും. തോട്ടിലെ അഴുക്ക് വെള്ളത്തിൽ കിടന്ന് ഈ ഫോട്ടോ നശിച്ച് നാശകോശമായി പോവും. അവളെ ഇന്ന് ഞാൻ ബേക്കർക്കാരി ബേക്കർക്കാരി അമ്മേ, മുന്നിൽ മാറ്. എന്നെ തടയരുത്. ഇവിടെ ഇന്ന് ഞാൻ വാട്ട് മൈ സൺ, എന്തിനാ ഇത്ര ദേഷ്യം? നീ എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്? അമ്മ മുന്നിൽ മാറ്. ഇവള് എന്താ ചെയ്തെന്ന് അമ്മയ്ക്കറിയോ? എന്താ? എന്ത് പറ്റി കണ്ണാ? ജ്യോതി എന്ത് തെറ്റാ ചെയ്തേ? എന്റെ സുപ്രിയയുടെ ഫോട്ടോ ഇവളെടുത്ത് കളഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ എന്തിനാ സുപ്രിയയുടെ ഫോട്ടോ എടുത്ത് കളയുന്നത്? വെറുതെ അനാവശ്യം പറയരുത്. ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നു നീ. എനിക്കറിയാം, നീ തന്നെ അതെടുത്ത് മാറ്റിയത്. അല്ല, ഞാൻ എടുത്തിട്ടില്ലെന്ന് മലയാളത്തിലല്ലേ നിങ്ങളോട് പറഞ്ഞേ? എനിക്കതൊന്നും അറിയില്ല. ഏട്ടാ, ചേച്ചി ഒരിക്കലും കള്ളം പറയില്ല. Shut up. നിന്നോട് ചോദിച്ചില്ല. ഹിറ്റ്ലർ, അവളുടെ നേരെ അലറിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാ എടുത്തിട്ടില്ല. ദേവ, നീ സമാധാനിക്ക്.
കൂൾ. ആ ഫോട്ടോ എടുത്ത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ തന്നെ ഇവളെന്തിനാ സുപ്രിയയുടെ ഫോട്ടോ എടുത്ത് കളയുന്നത്? ഇവള് തന്നെ എടുത്ത് മാറ്റിയത്. ഐ എം ഷുവർ ഇവളതെടുത്ത് കളയുമെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. പറയടി, സുപ്രിയയുടെ ഫോട്ടോ എടുത്ത് കളയുമെന്ന് നീ പറഞ്ഞില്ലേ? ഇനി മേലിൽ എന്നെ ഇതുപോലെ വഴക്ക് പറഞ്ഞ ഈ ഫോട്ടോ എടുത്ത് ഞാൻ റോഡിൽ കളയും. റോഡിലല്ല, ചിലപ്പോ തോട്ടിക്കളയും. തോട്ടിലെ അഴുക്ക് വെള്ളത്തിൽ കിടന്ന് ഈ ഫോട്ടോ നശിച്ച് നാശകോശമായി പോകും. ആ ഫോട്ടോ എടുത്ത് കളഞ്ഞാൽ എന്ത് സംഭവിക്കും നീ ചോദിച്ചില്ലേ? ഇല്ലെന്ന്. ആ ചോദിച്ചു. അതിനിപ്പോ എന്താ? ഞാൻ ആ ഫോട്ടോയോടൊന്ന് സംസാരിച്ചതിന് നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞു. അപ്പൊ ഒരു തമാശക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സത്യം. പക്ഷെ നിങ്ങളുടെ ആദ്യ ഭാര്യയുടെ ഫോട്ടോ എടുത്തോണ്ട് പോയി കളയാനുള്ള ക്രൂരതയൊന്നും എനിക്കില്ല. കള്ളം, പച്ചക്കള്ളം. മര്യാദയ്ക്ക് ആ ഫോട്ടോ എവിടെയാണ് കളഞ്ഞെന്ന് വെച്ചാ പോയി എടുത്തോണ്ടോ. ഇല്ലെങ്കിൽ DKയുടെ തനി സ്വഭാവം നീ അറിയും. പോവാൻ. ഓ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് തുള്ളുന്ന എന്തിനാ? നിങ്ങൾ ആരാ? 10 തലയുള്ള രാവണനോ? നിങ്ങളുടെ അലർച്ചയും ബഹളം കേട്ട് പേടിക്കാനേ വേറെ ആളെ നോക്കണം. ഇതാരും എന്നെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത ട്രാപ്പാണ്. ഞാനല്ല അതെടുത്തത്. DK നീയോ അല്ലാതെ നിങ്ങളുടെ ബെഡ്റൂമില് വേറെ ആര് വരാനാ? ഞങ്ങൾ ആരും ആ വഴിക്ക് വരാറേ ഇല്ല. സുപ്രിയാന്റിയുടെ ഫോട്ടോ എടുത്തു കളയാൻ ഇവിടെ ആർക്കാ ഇത്ര ധൈര്യം? ഞാനോ ചിത്രയോ താരയോ അങ്ങനെ ചെയ്യോ? എന്റെ ചേച്ചിയെ തോൽപ്പിക്കാൻ നിങ്ങൾ അതും അതിനപ്പുറം ചെയ്യും. ഷട്ട് യു. പ്രിയേ, ഇത് നീ ഇടപെടേണ്ട വിഷയമല്ല, നിന്നെ ബാധിക്കുന്നതുമല്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ വേണ്ട കേട്ടല്ലോ. ഇവളല്ലാതെ ആരും ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്യില്ല. പറയടി, എന്റെ സുപ്രിയയുടെ ഫോട്ടോ നീ എവിടെ കൊണ്ടേ കളഞ്ഞത്? ഇവളല്ലേ സുപ്രിയന്റെ ഫോട്ടോയോടും DKയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്? ഭ്രാന്ത് അല്ലാതെന്താ? അതെ, നീ എവിടെയാണ് അത് കൊണ്ടുപോയി കളഞ്ഞെന്ന് പറഞ്ഞാ മതി, ഞങ്ങൾ പോയി എടുത്തോണ്ട് വരാം. ഒരു വട്ടം പറഞ്ഞാലും 1000 വട്ടം പറഞ്ഞാലും എനിക്കൊരു ഉത്തരമേ പറയാനുള്ളൂ. ഞാൻ അത് എടുത്തിട്ടില്ല. പിന്നെ മനഃപൂർവ്വം എന്റെ പുറത്ത് കുറ്റം ചാർത്താൻ ശ്രമിച്ച ഞാൻ അംഗീകരിച്ച് തരേയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ആ മുറിയിൽ നിന്ന് സുപ്രിയയുടെ ചിത്രം എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ വീട്ടിലുള്ള ആരെങ്കിലും ഒരാളായിരിക്കും. അത് ഞാനല്ലെന്ന് എനിക്ക് ഉറപ്പുള്ള സ്ഥിതിക്ക് അത് നിങ്ങളിൽ ആരെങ്കിലും തന്നെ ആയിരിക്കും. എനിക്ക് എന്നെ വിശ്വാസമാണ്, പക്ഷേ നിങ്ങളെ വിശ്വാസമില്ല. നിങ്ങൾ ചതിക്കും, ഒപ്പം നിന്ന് ചതിക്കും. നിർത്തടി. നീ ചെയ്ത തെറ്റ് ഞങ്ങളുടെ പുറത്ത് കെട്ടിവെക്കാൻ നോക്കുന്നോ? DK, ഇവള് പറയുന്നത് കേട്ടില്ലേ? ഞങ്ങളാണ് സുപ്രിയാന്റിയുടെ ചിത്രം എടുത്ത് കളഞ്ഞതെന്ന്. ഇതെന്തൊരു അസംബന്ധം. എന്റെ മരുമക്കളെ എനിക്ക് വിശ്വാസമാണ്. അവര് ബഹുമാനിക്കുന്ന സുപ്രിയയുടെ ചിത്രം നശിപ്പിക്കാൻ അവർ ഒരിക്കലും ശ്രമിക്കില്ല. സുപ്രിയയുടെ ചിത്രത്തോട് പോലും പക നിനക്കാ. നിങ്ങളിങ്ങനെ സ്വയം വിട്ടിയാവല്ലേ ഹിറ്റ്ലറെ? എളുപ്പത്തിൽ ചതിക്കാൻ പറ്റുന്നത് കൂടെ നിൽക്കുന്നവർക്കാ. നീയാണല്ലോ ഇപ്പൊ DKയുടെ മുറിയിൽ കൂടെയുള്ളത്. ചതിച്ചത് നീ തന്നെ ആയിരിക്കും. ഞങ്ങൾക്കൊക്കെ സുപ്രിയന്റെയോട് എന്ത് ബഹുമാനാണെന്നറിയോ? മതി ക്രൂശിച്ചത്. സുപ്രിയോട് ഞാൻ എന്റെ സങ്കടം പറഞ്ഞിട്ടുണ്ട്, പരിഭവവും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അത് എടുത്തിട്ടില്ല. Stop it. നീ നല്ല ഭംഗിയായിട്ട് സംസാരിച്ചു, നിഷ്കളങ്കമായി അഭിനയിച്ചു. നിനക്ക് കള്ളം പറഞ്ഞു അഭിനയിച്ചും എല്ലാവരെയും വിശ്വസിപ്പിക്കാം. പക്ഷേ ഞാൻ വിശ്വസിക്കില്ല. എന്റെ ജീവനും ജീവിതവും എല്ലാം ആ ഫോട്ടോയാണ്. എന്റെ സുപ്രിയ, നിനക്കറിയോ, എന്റെ ആത്മാവാണത്. എന്റെ മുറിയിൽ അവളുണ്ട്, അവളുടെ ശ്വാസമുണ്ട്. ഞാൻ ആ ചിത്രത്തോട് സംസാരിക്കുന്നത് എനിക്ക് ഭ്രാന്തുണ്ടായിട്ടല്ല, അവൾ മരിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാ. നിനക്കറിയോ,
ചിത്രത്തിലൂടെ സുപ്രിയ എന്നോട് സംസാരിക്കും, കളിതമാശ പറയും, എന്നെ ആശ്വസിപ്പിക്കും, ശാസിക്കും. അദൃശ്യമായെങ്കിലും അവളുടെ കൈകൾ എന്നെ ചേർത്ത് പിടിക്കും. എന്റെ സങ്കടങ്ങളുടെ ശാന്തമായ കടല എന്റെ സുപ്രിയയുടെ ചിത്രം. അതെനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ. പോയാ ഫോട്ടോ കൊണ്ടുവാ. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ശിക്ഷിക്കില്ല, സ്വയം ശിക്ഷിക്കും. മരണം സ്വയം ഏറ്റുവാങ്ങും. അതിന് ഉത്തരവാദി നീ മാത്രമായിരിക്കും. മോളെ, നീ അത് എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് എടുത്തു കൊടുത്തേരെ. അമ്മേ, അമ്മ ഞാൻ എടുത്തിട്ടില്ല. നോ, നീയാണതെടുത്തത്. എനിക്കറിയാം. നീ അതെനിക്ക് തിരിച്ചു തന്നേ പറ്റൂ. എല്ലാരോടും കൂടി ഞാനൊരു കാര്യം പറയാം. ആ ഫോട്ടോ കിട്ടാതെ ഞാൻ ഇനി വീടിനകത്ത് കയറില്ല. ഈ മുറ്റത്തിറങ്ങിയേക്കും. വെയിലും മഴയും രാവും പകലും എല്ലാം വന്നാലും ആ ഫോട്ടോ തിരിച്ചു കിട്ടാതെ ഞാൻ കയറില്ല. മോനെ ദേവാ, അമ്മ ക്ഷമിക്കണം. എനിക്ക് എന്റെ സുപ്രിയയുടെ സാന്നിധ്യമില്ലാത്ത വീട്ടിൽ ജീവിക്കണ്ട. ഇവളാ ഫോട്ടോ എനിക്ക് തിരികെ കൊണ്ടും തരുന്നവരെ ഞാൻ അമരാവതിയുടെ മുറ്റത്ത് തന്നെ നിൽക്കും. മോനെ, മോനെ ദേവാ, പാളി. ഇത്രയ്ക്ക് ടെൻഷനാവുന്ന ആര് കണ്ടു? മിണ്ടല്ലേ, ഇനി ഇത് ഇവളുടെ തലയിൽ തന്നെ വെച്ച് കെട്ടിക്കോ. കണ്ടില്ലേ, നീ കാരണം ഡി കെ സ്വയം ശിക്ഷിച്ചു. ഒരു വെയിലത്ത് ഡി കെ പോയാ നിൽക്കുന്നതേ നീ കാരണം. നിനക്ക് തരേണ്ട ശിക്ഷ ഡി കെ സ്വയം ഏറ്റെടുത്തു. ഇനി ഒരു നിമിഷം നീ ഈ വീട്ടിൽ നിൽക്കരുത്. എവിടെയാണെന്ന് വെച്ചാ പോയി ആ ഫോട്ടോ കൊണ്ടുവാ. എന്തിനാ ഇനി നോക്കി നിൽക്കുന്നേ? ഓ, ഡി കെ ഇങ്ങനെ ശിക്ഷിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഡി കെ വെയിലത്തും മഴയത്തും വീടിന് പുറത്ത് നിൽക്കുന്നത് നിനക്ക് സന്തോഷമായിരിക്കും, പക്ഷെ ഞങ്ങൾക്കത് സങ്കടം. ഡി കെ ഒരു തീരുമാനം എടുത്താ ഒരു ബ്രഹ്മനും അത് തടയാനാവില്ല. അതുകൊണ്ട് ഫോട്ടോയും കൊണ്ടല്ലാതെ നീ ഈ വീട്ടിലേക്ക് തിരിച്ചു വരരുത്. പോവാനല്ലേ പറഞ്ഞത്? പോടി, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ അടിച്ചേർക്കും. എന്താ അത് വേണോ? എന്താടി ഞങ്ങൾ നോക്കി പേടിപ്പിക്കുന്നേ? ഇറങ്ങി പോടി.
ഇവളല്ലേ ഇത് ചെയ്തത്? എന്റെ ഭഗവാനെ, എന്നെ കണ്ട ആ ഫോട്ടോ നിങ്ങൾ എങ്ങനെ കണ്ടായിരുന്നോ? ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. DK, ഈ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. സുപ്രിയോട് എനിക്കൊരു ശത്രുതയില്ല, സ്നേഹമുള്ളൂ. ചെയ്യാത്ത തെറ്റിനാ നിങ്ങൾ എന്നെ ശിക്ഷിച്ചത്. നിങ്ങൾ ഇങ്ങനെ വെയിലത്ത് വന്ന് നിന്ന് സ്വയം ശിക്ഷിക്കുന്നത് കഥ അറിയാതെയോ? ഞാൻ ഈ വീട് വിട്ടു പോകാൻ കാത്തു നിൽക്കുന്നവരാ നിങ്ങളുടെ മരുമക്കളും ഭാര്യമാരും നിങ്ങളും. പക്ഷെ ഒന്ന് നിങ്ങൾ ഓർത്തോ, എത്ര തോൽപ്പിക്കാൻ ശ്രമിച്ചാലും തോറ്റ് തിരിച്ചു പോവില്ല ഞാൻ. ആ ചിത്രം എടുത്ത് കളഞ്ഞത് ഞാനല്ലെങ്കിലും അത് നിങ്ങൾക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് തരും. അത് ഞാൻ തെറ്റെയ്തതുകൊണ്ടല്ല, സുപ്രിയ ഈ വീട്ടിൽ വേണം എന്നുള്ളതുകൊണ്ട്. സുപ്രിയോടുള്ള നിങ്ങളുടെ സ്നേഹം എനിക്കറിയാവുന്നതുകൊണ്ട് മാത്രം. ഞാൻ പോവാ. ഇനി ആ ചിത്രം കൊണ്ടേ ഞാൻ തിരിച്ച് ഈ വീടിന്റെ ഗേറ്റ് കടക്കൂ. ചേച്ചി, 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 ചേച്ചി അവിടെ നിക്ക്. ചേച്ചി, 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 ഞാനും വരാം. ചേച്ചി, ഞാനും വരാം. മോളെ, ഇല്ല, ഞാനും വരാം. വാ വാ. Dhim, 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 dhim.